ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ ചാനലിലേക്ക് വേണ്ടി സ്വാഗതം. അപ്പോൾ കുറേ നാളായിട്ട് വീഡിയോ ഒന്നും കാണുന്നില്ല, വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നാളെ എനിക്ക് അത്ലറ്റിക്സ് മീറ്റ് ആയതുകൊണ്ട് കാര്യമായിട്ട് വലിയ വർക്കൗട്ട്സ് ഒന്നും ചെയ്യണില്ല. ഞാനിപ്പോൾ ജിമ്മിൽ വന്നേക്കാണ്. ലൈറ്റായിട്ട് വെയിറ്റ് കുറച്ചിട്ട് ചെറിയ ചെറിയ വർക്കൗട്ട്സ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് 3 വർക്കൗട്ടാണ് ചെയ്യണത്. ഒന്ന് ബാക്കിന്, പിന്നെ ഷോൾഡറിന്, പിന്നെ ഹിപ്പിന്. ഇത് ഷോൾഡറിന് വേണ്ടിയും ബാക്കിന് വേണ്ടിയും കൂടെ ചെയ്യണതാണ് ഈ പുള്ളപ്പ്. അതൊരു 5 റെപ്പ് വെച്ചിട്ട് 3 സെറ്റ് ചെയ്തു. ശേഷം ഹിപ്പിനുള്ള വർക്കൗട്ടാണ് ചെയ്യുന്നത്. ഇതിനെ ബൂട്ടി പ്രസ് ആണ് പറയണത്. നല്ലൊരു അടിപൊളി വർക്കൗട്ടാണത്. ഹിപ്പിന് നല്ല സ്ട്രെയിൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു വെയിറ്റ് ഉണ്ട്, 10 കിലോനൊക്കെ വെയിറ്റ് ഇട്ടാണ് അടിക്കുന്നത്. കാരണം നാളെ അത്ലറ്റിക് മീറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് നാളെ എണീക്കാൻ പറ്റാതിരിക്കരുതല്ല. അപ്പോൾ ജസ്റ്റ് മസിൽസൊക്കെ ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ വർക്കൗട്ട് ചെയ്യണത്. ഇത് നമ്മുടെ സിംഗിൾ ഹാൻഡ് ഡംബൽ റോ പോലത്തെ തന്നെ മറ്റൊരു എക്സസൈസാണ്. ബാക്കിന് വേണ്ടി നല്ല എഫക്റ്റീവായിട്ട് കിട്ടുന്ന ഒരു എക്സസൈസാണ്. അതും ചെറിയ വെയിറ്റ് ഇട്ട് നന്നായിട്ട് എൻഗേജ് ചെയ്യിപ്പിച്ചാണ് കളിക്കുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ വെയിറ്റ് ഇട്ട് അടിച്ച് കഴിഞ്ഞാൽ നാളെ നേർക്കെട്ട് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി തന്നെ നന്നായിട്ട് എൻഗേജ് ചെയ്യിപ്പിച്ച് ചെറിയ വെയിറ്റ് ഇട്ട് വർക്കൗട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ 3 വർക്കൗട്ട് ചെയ്തിട്ട് ഇനി കൂൾ ഡൗൺ ചെയ്യാൻ പോകണം. കൂൾ ഡൗൺ ചെയ്യാൻ ചെറിയ സ്ട്രെച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൂൾ ഡൗൺ ചെയ്ത് നമ്മൾ വർക്കൗട്ട് കംപ്ലീറ്റ് ആക്കണം.